ഹലോ ഗ്യാസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. മസാല ദോശ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിയും ഉഴുന്നും ഒരു 2 hour കുതിർത്ത് വെക്കണം. ഗ്യാസ്, കുതിർത്ത് വെച്ച അരി ഊറ്റിയിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ളത് ചോറാണ്. കുറച്ച് ചോറെടുക്കുക. അരിയും ഉഴുന്നും മിക്സിയിലിട്ടിട്ടുണ്ട്. പിന്നെ ലേശം ചോറും കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് ലേശം അപ്പക്കാര ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, അത് ചൂടുന്ന ടൈമിലാണ് ഉപ്പിടൽ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസ് ഇതൊന്ന് മൂടി വെക്കണം. എന്നിട്ടൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മസാല ദോശ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചട്നിക്ക് തേങ്ങ, ചെറിയ ഉള്ളി, കൊണ്ടാട്ടമുളക് ചുട്ടെടുത്തത്, പിന്നെ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കും. ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ആ ചട്നി അതിലോട്ട് അരച്ച് വെച്ച ചട്നി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ്, ഇനി നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് മസാല ദോശയ്ക്കുള്ള മസാലക്കൂട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെക്കുക. പിന്നെ പൊയിഞ്ഞ ഉരുളൻകിഴങ്ങ്, ചപ്പും പുതിന, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിരുന്നത്. നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സവാള അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇത് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ചപ്പും പുതിനയും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാവിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം. ചൂടുന്ന ടൈമിലാണ് നമ്മൾ ഇതിൽ ഉപ്പിടൽ. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മസാല ദോശ ചുടാൻ പോവുകയാണ്. നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാനിലാണ് ചുടുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് ദോശ ചൂടാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നാടൻ തട്ടുകടയിലെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ്, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ദോശയിൽ മസാലക്കൂട്ട് വെച്ചിട്ട് നമ്മൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം. നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.